പണ്ടൊരിക്കൽ രാഹുൽ ഗാന്ധി തന്നെയാണ് ചോദിച്ചത്, ഈ മോഡിമാരെല്ലാം ഇങ്ങനെ ആയിപ്പോയതെന്ന്. അതായത് നീരവ് മോഡിയൊക്കെ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊള്ളയടിച്ച് പണമെല്ലാം കൂടെ തട്ടിക്കൊണ്ട് കേസായി, പുള്ളി വിവരം അറിയുകയും ചെയ്യും. പക്ഷേ ഈ രാഹുൽ എന്ന് പറയാം, കാരണം ഇതൊരു സർനെയിം അല്ല, ഇതൊരു പേര് മാത്രമാണ്. ഈ രാഹുൽമാരെല്ലാം ഇങ്ങനെ ആയിപ്പോയത് എന്താണ്? ആദ്യം രാഹുൽ ഗാന്ധിയിൽ തുടങ്ങാം. രാഹുൽ ഗാന്ധിയാണ് ശരിക്കും പാർലമെൻറ്റിനെ ഒരു നാടകവേദിയാക്കി മാറിയത്. പ്രധാനമന്ത്രി അവിടെ മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ ആരും പോയി അങ്ങോട്ട് ശല്യപ്പെടുത്താറില്ല. ഇങ്ങനെയൊന്ന് പ്രധാനമന്ത്രിയുടെ കവിളത്ത് അവർക്കപ്പുറത്തൊരു ഉമ്മയും കൊടുത്തിട്ട് ഒരു കണ്ണിറുക്കും കൂടെ കൊടുത്ത് എന്തൊരു നാടകമാണ് കളിച്ചത് അല്ലേ? നാടകവേദിയാക്കും. ഇന്നും നരേന്ദ്രമോദി അത് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിങ്ങൾക്ക് നാടകം കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് ഗൗരവമേറിയ ചർച്ചകൾ നടത്താനും ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി വാദിക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത രാഹുലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയാലോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രജിത പറഞ്ഞതുപോലെ ഒരു കോഴിക്കോടാക്കി തൻ്റെ സംസ്ഥാനത്തെ മാറ്റി, പ്രദേശമല്ല സംസ്ഥാനത്തെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇല്ലാത്ത വളരെ വൃത്തികെട്ട നാറുന്ന കേസുകളിൽ കൊണ്ടുവന്ന അസംബ്ലിയെയും MLA സ്ഥാനത്തെയും കൂട്ടിക്കെട്ടി. അങ്ങനെ വേറെ MLA മാരില്ലെന്നല്ല, ആ ഒരു ന്യൂനപക്ഷത്തിലേക്ക് പുള്ളിയുടെ പേരും കൂടി വന്നിട്ട് ഇപ്പോൾ ഒളിച്ചു പോയിരിക്കുക. ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട അദ്ദേഹം തന്നെ ഇപ്പോൾ ഒളിച്ച് കഴിയുകയാണ്. കാറുകൾ മാറി മാറി, സംസ്ഥാനങ്ങൾ മാറി മാറി പര്യടനം നടത്തി MLA സ്ഥാനത്തെ അല്ലെങ്കിൽ തന്നെ അവഹേളിതമാണത്, കൂടുതൽ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് പറഞ്ഞ ഈ നമ്മുടെ രാഹുൽ ഈശ്വരൻ്റെ പേരും പോലും ചീത്തയാക്കുകയാണ് പുള്ളി വാസ്തവത്തിൽ അല്ലേ? ഈ രാഹുൽ ഈശ്വരൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരത്തെ കൈരളി ചാനലിൽ മര്യാദയ്ക്ക് അവതാരകനായിട്ടിരുന്ന ഭംഗിയായിട്ട് കൃത്യം നിർവഹിച്ചിരുന്നത്. അവിടുന്ന് എന്തോ ഇത് വിവാദ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പാണ് ഈ വിവാദം എന്ന് പറയുന്നത്. പ്രസ്താവന നടത്തി അവർ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഞാനിന്ന് തിരുവനന്തപുരത്തുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു ജാഥയായിട്ട് രാഹുൽ ഈശ്വറും കുറേ പേർ അദ്ദേഹത്തിൻ്റെ ആരാധകന്മാരും കൈരളി ചാനലിൽ കൂടെ ഉണ്ടായ ആരാധകന്മാരാണ്, അവരെല്ലാം കൂടെ ജാഥയായിട്ട് പോവുക. ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് പുറകെ അന്ന് എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ പരിചയമില്ല. പോയപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കാണ്, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. അപ്പം തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നു. എന്നെ എങ്ങനെ കൈരളിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റും? ഇതാ ചോദിക്കുക. അവരുടെ ഇഷ്ടമാണ്. രണ്ടും അനുയായികളും എല്ലാം കൂടെ പോവുക. അവിടെ ചെന്നു, അവിടെ പോലീസ് പിടിച്ച് പ്രൈവറ്റ് സെക്രട്ടറി അടുത്ത് കൊണ്ടുപോയി. പൊയ്ക്കോളാൻ പറഞ്ഞു. നിങ്ങളെ കേരളയിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുക, അതിന് മാറ്റമൊന്നുമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി. അത് അവിടെ ഇരുന്നാലും ഇത്രയും ശല്യമില്ലായിരുന്നു വാസ്തവത്തിൽ. അന്തിച്ചർച്ചയുടെ ആളായിട്ട് അങ്ങ് മാറുന്നു. ആദ്യം വിളിക്കുന്നത് ദൂരദർശനാണ്, ഞങ്ങളാണ് വിളിക്കുന്നത്. പക്ഷേ മര്യാദയ്ക്ക് നല്ല നിലവാരത്തിൽ അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലൊക്കെ പഠിച്ച ആളാണ്. അതിൻ്റെ ഒരു നിലവാരത്തിലും ഭാഷയിലും ഒക്കെയാണെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അന്തിച്ചർച്ചയെ സ്ഥിരമായി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള മത്സരത്തിൽ തറയായിട്ട് അങ്ങ് മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.